എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് കാറ്റത്തെ കിളിക്കൂട്ടിലെ നിധിയുടെയും സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. സുനന്ദയുടെ കല്യാണ ദിവസം അടുത്തിരിക്കുകയാണ്. കല്യാണ ദിവസത്തിൻ്റെ തലേ ദിവസം ഇവിടുന്ന് പാട്ടും ബഹളവും ഒക്കെയാണ് വീട്ടിൽ നിന്ന് വരുന്നത്. പാട്ടൊക്കെ കേൾക്കുമ്പം ഹരീഷും സുധീഷൊക്കെ ചോദിക്കും, ഇതെന്തിനാ ഇത്രയും ഒച്ചത്തിൽ പാട്ടൊക്കെ ഇട്ടേക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ സുധീഷേട്ടൻ്റെ കല്യാണത്തിന് ഇത്രയും ഒച്ചത്തിൽ പാട്ടൊക്കെ ഇട്ടില്ലേ, അതുകൊണ്ടായിരിക്കുമെന്ന് പറയും. ലോകം മൊത്തം വിളിച്ചിട്ടുണ്ടെന്നൊക്കെ അവർ തമ്മിൽ സംസാരിക്കും. അപ്പം സുഭാഷിന് നല്ല വിഷമമുണ്ട്. സുഭാഷ് അതെല്ലാം ആലോചിച്ചിങ്ങനെ കിടക്കുകയാണ്. രാത്രിയായിട്ട് സുഭാഷിന് ഉറക്കമൊന്നും വരുത്തില്ല. അപ്പം നിധിക്ക് നല്ല ടെൻഷനുണ്ട്. കാരണം അന്ന് ആ ക്ഷേത്രത്തിൽ വെച്ച് സുഭാഷ് ചേട്ടൻ്റെ കല്യാണം നടന്നിരുന്നെങ്കിൽ ഇന്ന് സുനന്ദ കിളിക്കൂട്ടിൽ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ അതൊക്കെ ആലോചിച്ചിരിക്കുകയാണ് നിധിയും ഹരീഷും നികേഷും ഒക്കെ. ആർക്കും ഉറക്കം വരുന്നില്ല. എല്ലാവരും ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നിധി പറയും, സുഭാഷ് ചേട്ടന് നല്ല വിഷമമുണ്ട് സുനന്ദയുടെ കല്യാണക്കാരെ ആലോചിച്ചിട്ട്. എന്ത് ചെയ്യാനാണ് നിധി, അന്ന് അവൾ ആ ക്ഷേത്രത്തിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നു പറയും. അവൾക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടായി കാണും സുധീഷെ, അല്ലെന്നുണ്ടെങ്കിൽ സുനന്ദ ഒരിക്കലും വരാതിരിക്കത്തില്ലെന്ന് പറയും. എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടെങ്കിൽ ഇറങ്ങി വന്നേനെന്നൊക്കെ നികേഷും പറയും. അങ്ങനെ അവരെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം എന്തൊരു ചൂടായത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും സംസാരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നിധി ചെന്ന് അടുക്കള വാതിൽ അടയ്ക്കാൻ നേരത്ത് അതിലേക്കൂടി സുനന്ദ കയറി വരുന്നു. സുനന്ദയെ കണ്ടത് നിധി ചോദിക്കും, എന്താ സുനന്ദയെ നീ ഈ സമയത്ത് ഇവിടെ, അതും നാളെ നിൻ്റെ വിവാഹം ഇല്ലയോ എന്ന് ചോദിക്കും. നിധി, ഞാൻ അകത്തോട്ടൊന്ന് വന്നോട്ടെ എന്ന് ചോദിക്കും. നീ കയറി വരാൻ പറഞ്ഞ് നിധി സുനന്ദയെ അകത്തോട്ട് ക്ഷണിക്കും. ചോദിക്കും, നീ എന്തേ രാത്രി ഇങ്ങോട്ട് വന്നത്? എനിക്ക് ഈ കല്യാണത്തിന് ഒട്ടും ഇഷ്ടമല്ല നിധി, എനിക്ക് സുഭാഷ് ചേട്ടനെ വിവാഹം കഴിച്ചാൽ മതി. സുനന്ദ, നീ എത്ര തവണ ഇത് പറയുന്നതെന്നറിയാവോ? അന്ന് നിൻ്റെ കല്യാണം നടത്താൻ വേണ്ടി ഞങ്ങളെല്ലാവരും ക്ഷേത്രത്തിൽ എത്ര നേരം കാത്തിരുത്താമെന്നറിയാവോ? എന്നിട്ട് നീ വന്നില്ല. വരാൻ നിനക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടായി കാണും. പക്ഷേ അതിനുശേഷം സുഭാഷ് ചേട്ടൻ നല്ല വിഷമത്തിലാണ്. ഇനിയും പാവ സുഭാഷ് ചേട്ടന് വാക്ക് കൊടുത്തിട്ട് അവസാനം സുഭാഷ് ചേട്ടൻ്റെ സങ്കടം ആയ മുഖം കാണാൻ ഞങ്ങൾക്ക് പറ്റത്തില്ലെന്ന് പറയും. സുനന്ദയുടെ സംസാരം കേട്ടുകൊണ്ട് സുധീഷ് അങ്ങോട്ട് വരും. സുധീഷ് ചോദിക്കും, എന്തിനാ സുനന്ദ നീ രാത്രി ഇങ്ങോട്ട് വന്നത്? ഇനി നിൻ്റെ പുറകെ നിൻ്റെ അച്ഛനും മാമനും എല്ലാം കൂടി വരണം, പിന്നെയും പ്രശ്നങ്ങളാവണം, നീ പോകാൻ പറയും. ശരിക്കും അങ്ങനെ പറയല്ലേ, എനിക്ക് സുഭാഷ് ചേട്ടനെ വിവാഹം കഴിച്ചാൽ മതി, എനിക്ക് വിവാഹത്തിന് ഒട്ടും താല്പര്യമില്ല. അന്ന് ഞാൻ ക്ഷേത്രത്തിലോട്ട് വരാൻ തയ്യാറായതാണ്, പക്ഷേ അന്ന് അമ്മ ആത്മഹത്യ ഭീഷണി മുഴക്കിക്കൊണ്ടാണ് എനിക്ക് വരാൻ പറ്റാതായത് എന്നൊക്കെ പറയും. അപ്പോഴേക്കും നമ്മുടെ ഭാസ്കരൻ പുറത്ത് ഇരിപ്പുണ്ടായിരുന്നു. ഭാസ്കരൻ സുനന്ദയുടെ സംസാരം കേട്ടോണ്ട് അകത്തോട്ട് കയറിയിട്ട്, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഇനി എൻ്റെ പിള്ളേരെ സ്റ്റേഷനിൽ കയറ്റാനാണോ? ഇറങ്ങി പൊടിയെന്ന് പറയും. അങ്ങനെ പറയല്ലേ മാമ. മാമനോ? ആരുടെ മാമൻ? എനിക്ക് നീയുമായിട്ടും നിൻ്റെ ആ ഭൂതന തള്ളയായിട്ടും ഒരു ബന്ധവുമില്ല. മര്യാദയ്ക്ക് ഇവിടുന്ന് പൊയ്ക്കോളാൻ പറയും. ഉച്ചയ്ക്ക് നിങ്ങൾ ആരെന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് സുഭാഷ് ചേട്ടനെ അല്ലാതെ മറ്റാരും ഞാൻ വിവാഹം കഴിക്കത്തില്ല. പിന്നെ നാളെ നിൻ്റെ കല്യാണമാണ്, നീ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ പോകാൻ പറയും. സുനന്ദ അതൊന്നും കേൾക്കത്തില്ല. നിങ്ങൾ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ ശ്രമിച്ചാൽ ഞാൻ ഇവിടെ തന്നെ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് സുഭാഷ് അങ്ങോട്ട് ഇറങ്ങി വരും. സുഭാഷിനെ കണ്ടത് സുനന്ദ ഓടി ചെന്നിട്ട് കെട്ടിയങ്ങ് പിടിക്കുകയാണ്. സുഭാഷ് ചേട്ടൻ എന്നെ പറഞ്ഞു വിടല്ലേ സുഭാഷ് ചേട്ടാ, എനിക്കിവിടെ സുഭാഷ് ചേട്ടൻ്റെ ഭാര്യയായിട്ട് ജീവിച്ചാൽ മതി, സുഭാഷ് ചേട്ടനെ ഞാൻ കല്യാണം കഴിക്കുമെന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചാൽ കരയും. അപ്പോഴത്തേക്ക് സുഭാഷ് പെട്ടെന്ന് സുനന്ദയെ പിടിച്ചങ്ങോട്ട് മാറ്റും. നീ എന്തൊക്കെയാണ് സുനന്ദ ഈ പറയുന്നത്? ഇന്ന് രാത്രി വെളുത്താൽ നാളെ നിൻ്റെ കല്യാണമാണ്. ഈ സമയത്ത് ഇങ്ങോട്ടും പറയുകയോ പ്രവർത്തിക്കുകയോ പോലും ചെയ്യരുത്. നീ വീട്ടിൽ പോ, നിൻ്റെ പുറമെ നിൻ്റെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരുമോയെന്ന് പറയും. ഇല്ല, നിങ്ങൾ എന്നെ ഇവിടുന്ന് ബലകാര്യമായിട്ട് പറഞ്ഞു വിട്ടാൽ ഞാൻ ഇവിടെ ആത്മഹത്യ ചെയ്യുമെന്ന് പറയും. ഉടനെ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. സുനന്ദ ഒരു തരത്തിൽ പോത്തില്ല. ആര് വഴക്ക് പറഞ്ഞിട്ട് സുനന്ദ പോത്തില്ല. പക്ഷെ പറയും, ഇനിയിപ്പോൾ എന്താ ഒരു മാർഗം? ഒരു കാര്യം ചെയ്യാം, നമുക്കങ്ങ് കല്യാണം നടത്താമെന്ന് പറയും. കല്യാണം നടത്താനോ? സുഭാഷ് അങ്ങ് ഞെട്ടും. ഈ രാത്രി കല്യാണം നടത്താമെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഹരീഷും പറയും, ശരിയാ, അമ്പലത്തിൽ വെച്ച് കല്യാണം നടത്തണ്ടായോ എന്നൊക്കെ പറയും. ഇനിയിപ്പോൾ അമ്പലമൊന്നും നോക്കണ്ട, എത്രയും പെട്ടെന്ന് കല്യാണം നടത്തിയാൽ മതിയെന്ന് സുധീഷ് പറയും. അപ്പോഴത്തേക്ക് ഭാസ്കരൻ പറയും, എന്ത് ചെയ്യുന്നെങ്കിലും പെട്ടെന്നാവണം, സമയം അധികം ഇല്ല എന്ന് പറയും. ഭാസ്കരൻ്റെ ആ സംസാരം കേട്ടിട്ട് എല്ലാവർക്കും സന്തോഷവും. പെട്ടെന്നൊരു മാറ്റം ഭാസ്കരന്. അപ്പോൾ ഇനി കാര്യം ചെയ്യാം, നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും മാറി നിന്നിട്ട് കല്യാണം കഴിക്കാമെന്ന് പറയും. അല്ലെന്നുണ്ടെങ്കിൽ വീട്ടുകാരൊക്കെ വന്നാൽ പ്രശ്നമാവുമെന്ന് ഇവർ പറയും. അപ്പോഴത്തേക്ക് അതിപ്പം പെട്ടെന്ന് എങ്ങോട്ടാണ് ഇവരെ മാറ്റുന്നത്, അതൊന്നും നോക്കണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ കൊണ്ടുവന്നു, രാത്രി എവിടെയാണ് അമ്പലത്തിൽ കൊണ്ടുവന്നത്, നമുക്കിവിടെ പടത്തിന് മുമ്പ് വെച്ച് അങ്ങ് മാല ഇടാമെന്ന് പറയും. തൂണിലും തുരുമ്പിലും ഒക്കെ ദൈവം ഉണ്ടല്ലോ എന്ന് ഭാസ്കരനും പറയും. അങ്ങനെ എല്ലാവരും ചേർന്ന് സുഭാഷിൻ്റെ കൈ താലി എടുത്തു കൊടുക്കും. അപ്പോഴത്തേക്ക് സുഭാഷ് പെട്ടെന്ന് താലി അങ്ങോട്ട് മേടിക്കും. അങ്ങനെ പുതുമണവളൻ്റെ വേഷമൊക്കെ എടുത്തിട്ടിട്ട് അവർ സുനന്ദയുടെ കഴുത്തിലോട്ട് താലി എടുത്ത് അങ്ങോട്ട് വെക്കാവുന്ന ആ സമയത്താണ് നമ്മുടെ സുനന്ദയുടെ അച്ഛനും അമ്മയും എല്ലാം കൂടി വരുന്നത്. അപ്പോഴത്തേക്ക് ഇവർ കതക് ചവിട്ടിപ്പൊളിച്ച് അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് താലി വെക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന രംഗമാണ് കാണുന്നത്. അപ്പോഴത്തേക്ക് എല്ലാവരും അങ്ങ് ഞെട്ടും ഇവരെ കാണുന്നത്. അങ്ങനെ സുനന്ദയെ ലളിത പിടിച്ചുകൊണ്ട് വന്ന് അടിയും വഴക്കുമൊക്കെ കൊടുക്കും. അങ്ങനെ അവരെല്ലാവരോടും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്താണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്.
അപ്പോൾ ഇനി സുനന്ദയെ സുഭാഷ് താലി കെട്ടുമോ എന്നൊക്കെയുള്ളതിൻ്റെ കഥയാണ് ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനായി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും കഥ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.